ഇന്നത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രധാനപ്പെട്ട പരാതി, അത് പരാതിയിൽ വന്നിട്ടില്ല, വാർത്തയായിരുന്നു. എനിക്ക് ഫ്ലാറ്റ് വാങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങൾ ആ കൺവെർസേഷൻ്റെ നിങ്ങൾ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടിൻ്റെ 5 മെസ്സേജുകൾ മുകളിലോട്ടും 5 മെസ്സേജുകൾ താഴോട്ടും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? എന്താണോ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്. ആ പുറത്തുവിട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട്. ഹാഷ്മിയാണ് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. വളരെ സത്യസന്ധനായ നന്മപരമായ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹാഷ്മിക്ക ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. പാവം പറഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ അല്ല രാഹുൽ അങ്ങനെയല്ലല്ലോ രാഹുൽ ഇങ്ങനെയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഹാഷ്മിക്ക ഭയങ്കര മാസമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര നിലപാടൊക്കെ പറഞ്ഞ് ആൾക്കാർ കൈയടിക്കേണ്ട കാര്യങ്ങളിൽ വന്നിട്ട് ഭയങ്കരമായ അത്യുജനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചെടുത്ത് ഊഷ്മളമായ ആ അത്യുജനങ്ങളിൽ ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു എന്ന് കുളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ടിപ്പിക്കൽ എന്താ പറയുക, ആൾക്കാർക്ക് മനസ്സ് എവിടെയാണ് കൂടുതലായിട്ട് ആൾക്കാരുള്ളത് അവരെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഹാഷ്മി. അപ്പൊ എനിക്ക് പാലക്കാട് ഒരു പ്രധാനപ്പെട്ട കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കമന്റ് ബോക്സിൽ. ഹാഷ്മിക്ക അധികം സ്ത്രീകളാണ്, അത് ഹാഷ്മിക്ക അടിപൊളിയാണ്, ഹാഷ്മിക്കൻ്റെ സ്മൈൽ ക്യൂട്ടാണ്, ഹാഷ്മിക്ക എന്ത് മാസാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഹാഷ്മിക്ക ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സറണ്ടർ ആയിക്കൊണ്ടിരിക്കുക. അതിന് മിണ്ടാതിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് 1, 2, 3, 4, 5, 6 ആരോപണങ്ങളൊന്നുമല്ല, അത്രയും ആരോപണങ്ങളുണ്ട്. 1, 2, 3 ഒന്നല്ല. എന്നിട്ടും അവരെ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ സാധാരണ പ്രേക്ഷകരുണ്ടാകുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാതെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് ഹാഷ്മിക്ക. അത് പരാതിക്കാരി ആയതുകൊണ്ട് ഞാൻ അങ്ങേ കാണിക്കുന്ന പോലെ നിയമപരമായി ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അത് കാണിക്കാതെ ആ ചാറ്റ് മാത്രം കാണിക്കാതെ പറയട്ടെ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞു. ചെരുപ്പിന്റെ കാര്യം സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായ ആരോപണങ്ങളാണ്. ഹാഷ്മിക്കക്ക് കയ്യിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രം ഹാഷ്മിക്ക മാസ് കാണിക്കുള്ളൂ. ഹാഷ്മിക്ക എന്താ പറയുക, ഹാഷ്മിക്കക്ക് ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ കോഴിക്കോട് ഇൻസിഡന്റിൽ ബസ്സിൽ ഇൻസിഡന്റിൽ ഒരു നിരപരാധി ദീപക് എന്ന നിരപരാധി ആത്മഹത്യയുടെ സംഭവത്തിൽ ഹാഷ്മിക്ക ആ സ്ത്രീക്കെതിരെ ചെയ്ത വീഡിയോയിൽ ഹാഷ്മിക്ക ഫസ്റ്റ് മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട് തൻ്റെ ലേഡീസ് ഫാൻസിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുന്നതെന്ന് അറിയോ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെതിരെ സൈബർ ബുള്ളിംഗ് ഉണ്ടാവും എന്നറിയാം, എന്നെ സ്ത്രീ വിരോധിയാക്കുമെന്ന് അറിയാം. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും ചെയ്യുമ്പോൾ പുരുഷന്മാരെ സപ്പോർട്ട് എതിർത്ത് ചെയ്യുന്ന സമയത്തൊന്നും ഹാഷ്മി അങ്ങനെ പറയില്ലല്ലോ. പുരുഷന്മാർ എന്നെ കല്ലെറിയും, പുരുഷന്മാർ എന്നെ വിരോധിയായി കാണുമെന്നും പറയില്ലല്ലോ. സ്ത്രീകൾക്കെതിരെ അത് തെറ്റിയതൊരു സ്ത്രീക്കെതിരെ പറയുമ്പോഴും ഹാഷ്മി പേടിക്കുകയാണ്. അപ്പോൾ ഹാഷ്മിക്ക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും ഭയങ്കരമായിട്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്. അടുത്ത പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മത്സരിക്കുമെന്നൊക്കെ ഹാഷ്മിക്ക ചോദിക്കുന്നുണ്ട്. ഹാഷ്മിക്ക ഇനി ഇതിലെ അതിജീവിതകൾക്ക് വേണ്ടിയിട്ട് വന്നിട്ട് നാളെ ഒരു വീഡിയോ ചെയ്യണം. എന്താണ് മാംഗോ കൂട്ടങ്ങൾക്കെതിരെ ഉച്ചമായി നിന്ന് മാംഗോ പറിച്ചപ്പോൾ ഈ ടി വിന്ന് കണ്ണിമാങ്കിൽ നിന്ന് പെറുക്കിയെടുത്താന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും. കുറച്ച് ലൈക്കും കമന്റും കിട്ടും എൻ്റെ സോഷ്യൽ മീഡിയയിൽ. എടുത്തിട്ട് ഓളെ